കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ്, വടശ്ശേരിക്കരയിൽ തന്നെയാണുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ് നല്ല അതിമനോഹരമായ ഈ ഒരു കനാലുള്ളത്. എൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കനാലിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ അക്കരേറ്റ് പാലം. വെള്ളം തീരെ കുറവാണ്. ഇതാണ് തുരങ്കം. കണ്ടോ, തുരങ്കം കണ്ടില്ലേ? വെള്ളം വരുമ്പോൾ ഇത് മണ്ട വരെ മുട്ടിക്കിടക്കും വെള്ളം കേട്ടോ. അങ്ങനെയാണ്, വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. വെള്ളം വരുന്ന സമയത്ത് ഇത് മണ്ട വരെ വെള്ളം കാണും കേട്ടോ. ഇനി അവിടെ അങ്ങ് പോയി, എനിക്ക് പേടി കിട്ടുന്നു. മറ്റേ വാഴയ്ക്ക വരയനില്ലേ മീൻ, അതൊക്കെയാണ് ഇതിനകത്തിലുണ്ട് കേട്ടോ. ഈ കല്ലെല്ലാം വഴുതി കിടക്കുവാണ്. വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ? കുഞ്ഞ് പേടി. നീന്തൽ പഠിക്കാൻ പറ്റുമായിരിക്കും ഈ സമയത്ത്. എന്ത് മറ്റേത് പോയോ ചാടി? ഞങ്ങളെ ചുമ്മാ മീനെയൊക്കെ ഒന്ന് പിടിച്ച് കേട്ടോ, കുഞ്ഞിനെ കാണിക്കാനെ കൊണ്ട്. എന്നിട്ടങ്ങ് വെള്ളത്തിൽ തന്നെ വിട്ടേ. നമ്മൾ ചോറൊക്കെ കൊണ്ടായിരുന്നേ പോയത്. അപ്പോൾ വാഴയിലൊക്കെ വാട്ടി വാഴയിലക്കകത്ത് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊരു പ്രത്യേക ടേസ്റ്റും ഫീലും ഒക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളാണ്ട് ചോറൊക്കെ അതാണ്ട് കഴിച്ചു. കുഞ്ഞിനിങ്ങനെയൊക്കെ ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് അവൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ചോറൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. ചോറും മീൻകറിയും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നല്ലൊരു ഫീലിംഗ് ആയിട്ട് തോന്നി. നല്ല തണല്ലേ, കനാലി നല്ല തണലുമാണ്, നല്ല തണുപ്പുമാണ്, എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ കുളിച്ചു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ കനാലിലൊക്കെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ.